ഹായ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ആദ്യം തന്നെ പറയട്ടെ, പുതിയൊരു ചാനലാണ്. ഞാൻ കുറച്ച് വീഡിയോസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഷോർട്സ് എല്ലാം ഇട്ടിട്ടുണ്ട്. നിങ്ങൾ താല്പര്യമുള്ളവർ സമയമുള്ളപ്പോൾ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇത് കണ്ടോ, ഈ ചിത്രം കണ്ടപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? എൻ്റെ പ്രഗ്നൻസി സമയത്തുള്ള സ്കാനിങ് റിപ്പോർട്ടുകളാണ്. അതായത് 2020 ഞാൻ പ്രഗ്നൻ്റ് ആയപ്പോൾ എടുത്തിട്ടുള്ളതാണിത്. ഇത് ഏകദേശം ഒരു 10 എണ്ണത്തിൽ കൂടുതലുണ്ട് കേട്ടോ. അതായത് നോർമൽ പ്രഗ്നൻസിയിൽ ഇത്ര എണ്ണം ഇല്ലെങ്കിൽ കൂടി എൻ്റെതൊരു IVF പ്രഗ്നൻസി ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് കൂടുതൽ സ്കാനിങ്ങൾ വേണ്ടി വന്നു. ഡോക്ടർമാർ നിർദ്ദേശിച്ചതിലുപരിയായിട്ട് എൻ്റെ കുറച്ച് നിർബന്ധം കൊണ്ടും 2-3 സ്കാനുകൾ എടുക്കേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അതെല്ലാം അതിനെക്കുറിച്ചെല്ലാം പിന്നീട് സംസാരിക്കാം. ഞാനിപ്പോൾ ഈ സ്കാൻ റിപ്പോർട്ടിൽ രാവിലെ ഞാനിങ്ങനെ ഇതെല്ലാം എടുത്തൊന്ന് നോക്കുമായിരുന്നു. ഒരുപാട് നോക്കിയതാണ് എങ്കിൽ പോലും ഇപ്പോൾ 2-3 വർഷമായല്ലോ. അതുകൊണ്ട് ഞാനൊന്നും കൂടെ എല്ലാം എടുത്തൊന്ന് പരിശോധിക്കുമായിരുന്നു. കാരണം ഇന്ന് കേരളത്തിലും ഒരു സെൻസേഷണൽ ന്യൂസാണല്ലോ, ആലപ്പുഴയിൽ നടന്ന ഒരു ദാരുണമായ സംഭവം അല്ലേ, എല്ലാവർക്കും അറിയാം. അതായത് നമ്മുടെ ഗർഭസ്ഥ ശിശുവിന് അസാധാരണമായ അംഗവൈകല്യം കണ്ടെത്താൻ കഴിയാതിരുന്നത്. അതിനുശേഷം ഇപ്പോൾ കുഞ്ഞ് ജനിച്ചതിന് ശേഷം കുഞ്ഞിന് അസാധാരണമായ വൈകല്യങ്ങളാണുള്ളത്. കുഞ്ഞിൻ്റെ വായും കണ്ണും അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ അവയവങ്ങളും കൃത്യമായ സ്ഥാനത്തല്ല എന്നും മൊത്തത്തിൽ ആ കുഞ്ഞിനൊരു ഗുരുതരാവസ്ഥയിലാണ് അല്ലേ. ആ ഒരു ന്യൂസ് നമുക്ക് എല്ലാവർക്കും, കുഞ്ഞുങ്ങളുള്ളവർക്കും ഇല്ലാത്തവർക്കും എല്ലാം ഒരുപോലെ ഒരു വിഷമമായൊരു കേസാണ് അല്ലേ. കാരണം കുഞ്ഞിനെ എത്രമാത്രം സർവൈവ് ചെയ്യും എന്നതിനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും ഉത്കണ്ഠയുണ്ട്. അതുപോലെ തന്നെ കേരളം ഒട്ടാകെ ഒരു പ്രതിഷേധമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ മെഡിക്കൽ രംഗം ഇത്രമാത്രം മുന്നോട്ട് പോയിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കേസെങ്കിലും സംഭവിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരു സ്ത്രീ അവൾ 10 മാസം കുഞ്ഞിനെ ഉദരത്തിൽ വഹിക്കുമ്പോൾ ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് അതിൻ്റെ മുഖം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത് അല്ലേ. സ്ത്രീ മാത്രമല്ല, പുരുഷനും അവരുമായി ബന്ധപ്പെട്ട ആൾക്കാരെല്ലാവരും കുഞ്ഞിൻ്റെ മുഖം ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്. പണ്ടുള്ള അമ്മമാർ നമ്മുടെ ഈ സ്കാനിങ്ങുകൾക്കൊക്കെ എതിരാണല്ലേ. ഇപ്പോഴും സ്കാനിങ്ങിനെ സംബന്ധിച്ച് ഒരുപാട് മിത്തുകൾ ഇപ്പോഴും ഉണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ പണ്ടത്തെ അമ്മമാർ ഇന്നും സ്കാനിങ്ങുകൾ നമ്മൾ എടുക്കുമ്പോൾ അവരതിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. അവർ പറയും അത് ദോഷമാണ്, കുഞ്ഞിന് ദോഷമാണ്, അമ്മയ്ക്ക് ദോഷമാണ്. മാത്രമല്ല കുഞ്ഞുണ്ടായ ശേഷം എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടായെങ്കിൽ പോലും അവർ സ്കാനിങ്ങുകളായി കുറ്റം പറയുന്നത്. അത് ഒരുപക്ഷെ ഇപ്പോൾ സത്യമായിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നും അല്ലേ. എങ്കിൽ പോലും അമ്മമാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയ സ്ത്രീകളെ സംബന്ധിച്ച് ഓരോ സ്കാനിങ് റിപ്പോർട്ടുകളും അവർക്ക് ഒരുപാട് സമാധാനം നൽകുന്ന ഒന്നാണ്. കാരണം ആ സമാധാനത്തിൻ്റെ കാര്യം പറയുമ്പോൾ അത് ആ സമാധാനത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഇത്രയും നമ്പർ ഓഫ് സ്കാനിങ് റിപ്പോർട്ടുകൾ. കാരണം നമ്മൾ കുഞ്ഞ് അനങ്ങുന്നില്ല, അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ മൂവ്മെൻറ്റ്സ് കിട്ടുന്നില്ല, കുഞ്ഞിന് നമുക്ക് ഒരു പതിവില്ലാത്തൊരു രീതി കാണുന്നുവെങ്കിൽ നമ്മൾ വേഗം തന്നെ പോയി ഡോക്ടറെ കാണും. ഡോക്ടർ നിർബന്ധിച്ച് തന്നെ നമ്മൾ ഇന്ന് സ്കാൻ ചെയ്യിപ്പിക്കും. കാരണം ഇന്ന് 3D 4D 6D പോലുള്ള സ്കാനിങ്ങുകളെല്ലാം ലഭ്യമാണ്. അപ്പോൾ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആണ് നമ്മുടെ മെഡിക്കൽ രംഗം. അപ്പോൾ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് അതിൽ. എങ്കിൽ പോലും ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വന്നത് എന്തിനാണ്? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടോ എന്ന് നേരത്തെ മുൻകൂട്ടി അറിയാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അവിടെ ഇങ്ങനെ ചില പാകപ്പിഴകൾ സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ആരെ വിശ്വസിക്കും, എന്ത് ചെയ്യും എന്നതിനെക്കുറിച്ചൊരു ഉത്കണ്ഠ ഉണ്ടല്ലേ. മാത്രമല്ല, നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ എന്നറിയില്ല, ഈ ന്യൂസിൻ്റെ അടിയിലെല്ലാം വന്ന കമൻറ്റുകൾ, നമ്മൾ സോഷ്യൽ മീഡിയയിൽ വന്ന കമൻറ്റുകൾ കാണുമ്പോൾ ഒരുപാട് സങ്കടം വരുന്നുണ്ട്. കാരണം പ്രഗ്നൻ്റായ ഒരുപാട് ലേഡീസ് അവരുടെ ടെൻഷൻ അതിലൂടെ തുറന്നു കാട്ടുന്നുണ്ട്. അതായത് ഈ സമയത്ത് ഇങ്ങനെ ഒരു ന്യൂസ് വരുമ്പോൾ ടെൻഷനാകുന്നു, പേടിയാകുന്നു, എന്ത് ചെയ്യും, എന്താണ് വിശ്വസിക്കേണ്ടത് അല്ലേ. ഒത്തിരി ശരിക്കും പറഞ്ഞാൽ ഒരു അമ്മമാരെ സംബന്ധിച്ചൊരു ഇരുട്ടടി പോലെയാണ് ഈ ന്യൂസ് പുറത്തേക്ക് വന്നത്. ഒന്ന് ചിന്തിച്ച് നോക്കുക, കുഞ്ഞിൻ്റെ ഇനി അതിൻ്റെ അവസ്ഥ എന്തായിരിക്കും. നമുക്ക് എല്ലാവർക്കും ഒരുപാട് ടെൻഷൻ ഉണ്ട് അതിനെക്കുറിച്ച്. ഇപ്പോൾ ഞാൻ പറയാൻ വന്നത്, നോർമലി നമുക്ക് ഒരു പ്രഗ്നൻ്റ് ആയ ഒരു സ്ത്രീ പ്രഗ്നൻ്റ് ആയതിനു ശേഷം നോർമലി ഏകദേശം ഒരു 4 അല്ലെങ്കിൽ 5 സ്കാനിങ്ങളാണ് ചെയ്യുന്നത് നോർമലി അല്ലേ. അതിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ എന്നെപ്പോലെ ഇങ്ങനെ സ്കാനിങ്ങൾ കൂടുതൽ എടുക്കേണ്ടതുള്ളൂ. അതായത് നമ്മൾ ഏകദേശം ഒരു 6 മുതൽ 8 ആഴ്ചക്കുള്ളിലായിരിക്കുമല്ലോ ആദ്യം ഡോക്ടറെ കാണാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഡോക്ടറെ നമുക്കൊരു സ്കാനിങ് നിർദ്ദേശിക്കും. അതായത് നമ്മുടെ ഡേറ്റിംഗ് സ്കാൻ അല്ലെങ്കിൽ നമ്മുടെ കാർഡിയാക്, പിന്നെ അതായത് നമുക്ക് ആക്ടിവിറ്റി, ഹൃദയമിടിപ്പ് കുഞ്ഞിനുണ്ടോ എന്ന് നോക്കാനുള്ള ആദ്യത്തെ സ്കാൻ ചെയ്യും. അതുപോലെ അതിൻ്റെ ദിവസമെല്ലാം നോക്കാൻ വേണ്ടിയിട്ട് സ്കാൻ ചെയ്യും അല്ലേ. അപ്പോൾ ചിലപ്പോൾ 6ാമത്തെ ആഴ്ചയിൽ ചെയ്യുമ്പോൾ ഈ കാർഡിയാക് ആക്ടിവിറ്റി കിട്ടണമെന്നില്ല. അപ്പോൾ ഡോക്ടർ എന്ത് ചെയ്യും, ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞിട്ട് ഒന്നുകൂടി വന്ന് സ്കാൻ ചെയ്യാൻ നമ്മളോട് നിർദ്ദേശിക്കും. അങ്ങനെ ആദ്യത്തെ സ്കാൻ നടക്കും. ആ സ്കാനിങ്ങിൽ നമ്മുടെ കുഞ്ഞിൻ്റെ കാർഡിയാക് ആക്ടിവിറ്റി എല്ലാം മനസ്സിലാക്കും. നമ്മുടെ കുഞ്ഞ് സുരക്ഷിതനാണോ, അല്ലെങ്കിൽ നല്ല ഹെൽത്തി പിന്നെ ഹൃദയമിടിപ്പാണെങ്കിൽ ഡോക്ടർ കണ്ടിന്യൂ ചെയ്യാനാണല്ലോ നിർദ്ദേശിക്കുക. അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ് കുറച്ച് ഹെൽത്തി അല്ലെങ്കിൽ ഡോക്ടർ എന്ത് ചെയ്യും, 2 ആഴ്ച കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒന്നുകൂടെ അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്യാൻ പറയും. അപ്പോഴും നമ്മുടെ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് നല്ല ഹെൽത്തി അല്ലെങ്കിൽ ഡോക്ടർ എന്തായാലും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ നിർദ്ദേശിക്കില്ല. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിനെക്കുറിച്ച് തന്നെ ഒരു വ്യക്തമായ ധാരണ കിട്ടും, നമ്മുടെ കുഞ്ഞ് ഹെൽത്തി ആണോ ഇല്ലയോ എന്ന്. അങ്ങനെ ആ ഒരു സ്കാൻ കഴിഞ്ഞു. രണ്ടാമത് പ്രധാനപ്പെട്ട ഒരു സ്കാനാണ് ചെയ്യുന്നത്.
അറിയാം അല്ലേ, NT സ്കാൻ. അതായത് ഒരു 8 അല്ലെങ്കിൽ 14 ആഴ്ചക്കുള്ളിൽ നമ്മൾ ചെയ്യുന്ന സ്കാൻ ആയിരിക്കും അത്. അത് ചെയ്യുമ്പം അത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്കാനാണ്. കാരണം ഡൗൺ സിൻഡ്രോം ഒക്കെ ഉണ്ടോയെന്നും അല്ലെങ്കിൽ കുഞ്ഞിന് എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടോ എന്നെല്ലാം ആദ്യം തന്നെ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്കാൻ റിപ്പോർട്ട് ഉണ്ട് കേട്ടോ, കയ്യിൽ ഞാനത് ഇടയ്ക്കൊന്ന് നോക്കുമായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ നമുക്കത് ജനിതക വൈകല്യങ്ങളുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ NT സ്കാൻ തന്നെ മതിയാവും നമുക്ക്. അതിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം സാധാരണ നിലയിലാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ എംബ്രിയോ നല്ല രീതിയിലല്ല വളരുന്നതെങ്കിൽ ഡോക്ടർക്ക് അത് നമ്മളോട് പറയാൻ പറ്റും. അപ്പോൾ ആ 2 സ്കാനാണ് പ്രധാനമായിട്ടും, അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3 സ്കാൻ, അതായത് ഡേറ്റിംഗ് സ്കാൻ, അത് കഴിഞ്ഞ് കാർഡിയാക് ആക്ടിവിറ്റി മനസ്സിലാക്കുന്നത് ഏകദേശം ഒരേ സ്കാനാണ്. അപ്പോൾ ആ മെയിനായിട്ട് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ആ 2 സ്കാനാണ് ചെയ്യുന്നത്. അതിന് ശേഷമുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്കാൻ, ഏതാണ് അനോമലി സ്കാൻ. അനോമലി സ്കാൻ എന്ന് പറയുമ്പോൾ 18 ആഴ്ച മുതൽ ഒരു 20-22 ആഴ്ചക്കുള്ളിൽ ചെയ്യുന്ന 5-ാം മാസത്തിലെ സ്കാൻ പ്രധാനപ്പെട്ട ഒരു സ്കാനാണത്. ആ സ്കാൻ തന്നെ വലിയൊരു റിപ്പോർട്ടാണ് ആ സ്കാനിലുള്ളത്. അതായത് ഫീറ്റൽ അനാട്ടമി സർവേ, വ്യക്തമായിട്ട് കുഞ്ഞിൻ്റെ എല്ലാ ശരീരഭാഗങ്ങളും ഓരോന്ന് ശ്രദ്ധിച്ച് അതിൻ്റെ വളർച്ചയും അതിൻ്റെ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് ശ്രദ്ധിച്ച് ചെയ്യുന്ന ഒരു സ്കാനാണത്. നമുക്കറിയാം, ഈ സ്കാൻ ചെയ്തവർക്കറിയാം, അത് കുറച്ച് നീണ്ടു നിൽക്കുന്ന ഒരു സ്കാനാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞിൻ്റെ സമഗ്രമായ കുഞ്ഞിൻ്റെ ഒരു ചിത്രം നമുക്കതിൽ വ്യക്തമായിട്ട് കാണാൻ കഴിയും. ഇന്നിപ്പം 3D 4D 6D ഒക്കെ ഉള്ളപ്പം കുറച്ചുകൂടെ വ്യക്തമായിട്ട് അതിൻ്റെ ഫോട്ടോസ് എല്ലാം വളരെ വ്യക്തമാണ്. എൻ്റെ പിന്നെ അത്രയ്ക്കില്ല, അതല്ല ചെയ്തത്, സാധാ നോർമൽ അനോമലി സ്കാൻ ആയിരുന്നു. അപ്പം കുഞ്ഞിന് എന്തെങ്കിലും അംഗവൈകല്യം ഉണ്ടോ എന്നും അസാധാരണമായി എന്തെങ്കിലും ഉണ്ടോ എന്നെല്ലാം ചെക്ക് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ തല അല്ലെങ്കിൽ ഹൃദയം, നട്ടെല്ല്, കൈകാലുകൾ മുതലായ എല്ലാ കുഞ്ഞിൻ്റെ ശരീരഭാഗങ്ങളും വ്യക്തമായിട്ട് ചെക്ക് ചെയ്യും. അതുപോലെ തന്നെ ഭാവിയിൽ എന്തെങ്കിലും കുഞ്ഞിന് വൈകല്യം, അതായത് കുഞ്ഞിൻ്റെ ജനനശേഷം എന്തെങ്കിലും വൈകല്യം ഉണ്ടായേക്കാമോ എന്ന് വരെ ചെക്ക് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് സ്കാനാണ് അനോമലി സ്കാൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചിലർക്കെങ്കിലും അറിയായിരിക്കും, നമ്മുടെ കുഞ്ഞിനെ നമ്മൾ ആദ്യമായിട്ട് അനോമലി സ്കാനിലായിരിക്കും നമ്മൾ കാണുന്നത്. ഒട്ടുമിക്ക ഡോക്ടേഴ്സും ഇന്ന് മോണിറ്റർ അമ്മമാരെ കാണിക്കാറുണ്ട് അല്ലേ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൈയും കാലുകളും എല്ലാം നമുക്ക് ഒരു ചെറിയൊരു അവ്യക്തമായൊരു ചിത്രം പോലെ നമ്മൾ കാണാറുണ്ട് അല്ലേ. അതൊരു വല്ലാത്തൊരു അനുഭൂതിയാണ് നമ്മുടെ ഉള്ളിലെ കുഞ്ഞിനെ ഒരു സ്ക്രീനിൽ കാണുക എന്ന് പറയുന്നത് അല്ലേ. അപ്പം ആ അനോമലി സ്കാൻ അത്രയും പ്രധാനപ്പെട്ടതാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അതിൽ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ അനോമലി സ്കാൻ, അതായത് ആലപ്പുഴയിലെ ആ ദമ്പതികൾ മെയിനായിട്ട് അനോമലി സ്കാനിനെ മുൻനിർത്തിയാണ് അവരുടെ പരാതി ഉന്നയിച്ചിരിക്കുന്നത്. കാരണം അതിൽ തീർച്ചയായിട്ടും അതിൽ കാണേണ്ടതാണ് എന്തെങ്കിലും കുഞ്ഞിന് അംഗവൈകല്യം ഉണ്ടോ എന്നുള്ളത്. അടുത്ത സ്കാൻ എന്ന് പറയുന്നത് ഫീറ്റൽ എക്കോ എടുക്കുന്നത്, അതായത് നമ്മുടെ സെക്കൻഡ് ട്രൈമസ്റ്ററിൽ തന്നെ 23 അല്ലെങ്കിൽ 24 ആഴ്ചക്കുള്ളിൽ ചെയ്യുന്നതാണ്. അതായത് നമ്മുടെ കുഞ്ഞിൻ്റെ ഹൃദയത്തെ സംബന്ധിച്ച് ഹൃദയത്തിൻ്റെ വളർച്ചയും അതിലേക്ക് എത്തിച്ചേരുന്ന രക്തക്കുഴലുകളെക്കുറിച്ചും അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം കൂടിയിട്ടുള്ള ഒരു സ്കാനാണ് എക്കോ സ്കാൻ. അതും നമ്മൾ തീർച്ചയായിട്ടും സാധാരണ നിലയിൽ ചെയ്യുന്ന ഒരു സ്കാനാണ്. അതും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. കാരണം ഓരോ ആഴ്ചകൾ കഴിയുമ്പോഴും അല്ലെ ഓരോ ദിവസം കൂടുമ്പോഴും നമ്മുടെ കുഞ്ഞ് വളർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പം ഓരോ സ്കാനുകളും അവൻ്റെ വളർച്ചയെ മുൻനിർത്തി അത് എങ്ങനെയെല്ലാം ഉണ്ടെന്നുള്ള കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ് അത്. അപ്പം എക്കോ സ്കാനും അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്കാനാണ്. 3rd ട്രൈമസ്റ്ററിലെ 2, 3 സ്കാനുകളെല്ലാം വളരെ പ്രധാനപ്പെട്ട സ്കാനുകൾ തന്നെയാണ്. കാരണം കുഞ്ഞിൻ്റെ പൊസിഷൻ, മൂവ്മെൻറ്റ്സ് എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന സ്കാനുകൾ തന്നെയാണ് അതും. എങ്കിൽ പോലും ഒരു പ്രഗ്നൻ്റ് ആയ ആളെ സംബന്ധിച്ച് അവരുടെ 5-ാം മാസത്തിലെ അനോമലി സ്കാൻ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് ഞാൻ പറയും. കാരണം കുഞ്ഞിൻ്റെ എല്ലാ വിധത്തിലുള്ള അവയവങ്ങളുടെ വളർച്ചയെക്കുറിച്ചും എന്തെങ്കിലും അതിന് അസാധാരണമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നെല്ലാം മനസ്സിലാക്കുന്നത് അനോമലി സ്കാൻ ആയിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് പിന്നെ അനോമലി സ്കാനിൽ ഒരു വ്യക്തത ഇല്ലാത്തത് അല്ലെങ്കിൽ വ്യക്തതയില്ലായ്മ വന്നത് എന്നതിനെക്കുറിച്ച് നമുക്കും ഒരു ടെൻഷൻ തന്നെയാണ് അല്ലേ. പിന്നെ എന്തുകൊണ്ടാണ് ആലപ്പുഴയിൽ അനോമലി സ്കാനിൽ ഇങ്ങനെ ഒരു വ്യക്തത ഇല്ലായ്മ വന്നത് എന്നതിനെക്കുറിച്ച് അതിൽ ഒരു വ്യക്തത വരുത്തേണ്ടിയിരിക്കുന്നു അല്ലേ. ഇന്നെന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. കാരണം ഇന്ന് നോർമലായിട്ടുള്ള ഡെലിവറിയാണ് പറഞ്ഞതെങ്കിൽ പോലും ഇന്നൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ ഡെലിവറി നടത്തുക എന്ന് പറയുന്നത് വളരെ ചിലവേറിയ ഒരു കാര്യമാണ്. ഇനി അവസാന നിമിഷത്തിൽ ഒരു സി സെക്ഷനാണ് വരുന്നതെങ്കിൽ പറയാൻ വേണ്ട. കാരണം 1 മുതൽ 1.5 ലക്ഷം ഏറ്റവും കുറഞ്ഞത് ഞാൻ പറയുന്നത്, അതിൽ കൂടുതലുണ്ട് എങ്കിൽ പോലും 1 മുതൽ 1.5 ലക്ഷം വരെ ഏറ്റവും കുറഞ്ഞത് ഒരു സി സെക്ഷനൊക്കെ ചിലവാകുന്നുണ്ട്. എങ്കിൽ ഗവൺമെൻറ് ആശുപത്രി എന്ന് പറഞ്ഞാൽ വേണ്ടല്ലോ, നമുക്കറിയാം. മാത്രമല്ല ഇന്നത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ കുറച്ചും കൂടി നല്ല രീതിയിൽ മെച്ചപ്പെട്ടതാണ്. എനിക്കെല്ലാം വ്യക്തമായിട്ട് അറിയാം. കാരണം എൻ്റെ 2 അനിയത്തിമാരും അവരുടെ 2 ഡെലിവറികളും ഗവൺമെൻറ് ഹോസ്പിറ്റലിലായിരുന്നു. വളരെ മെച്ചപ്പെട്ട ഒരു കണ്ടീഷനാണ് അവിടെ ഇപ്പോൾ ഉള്ളത്. ചുരുക്കം ചില ഹോസ്പിറ്റലിൽ ഇങ്ങനെ സംഭവിക്കുമ്പോൾ അത് മൊത്തത്തിലാണ് ബാധിക്കുന്നത് അല്ലേ. ഗർഭിണികളായ ഒരുപാട് അമ്മമാരുടെ അവരുടെ ഉത്കണ്ഠകളും ടെൻഷനുകളും എല്ലാം ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ അവർ പങ്കുവെക്കുന്നുണ്ട് അല്ലേ. അതൊക്കെ കാണുമ്പോൾ നമുക്കും ഉള്ളിലൊരു വേദനയാണ്. കാരണം ഒരു കുഞ്ഞിനെ ഉദരത്തിൽ വഹിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഇങ്ങനത്തെ ഉള്ള ന്യൂസുകളെന്നൊക്കെ പറയുന്നത് ഒരുപാട് ടെൻഷൻ ഉണ്ടാക്കുന്ന ഒന്നാണ് അല്ലേ. എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ നമ്മൾ ഈ സ്കാനുകളെല്ലാം എടുക്കുന്നുണ്ടല്ലോ,
നമ്മൾ സമാധാനപരമായിട്ട് നമ്മൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മൾ ഡോക്ടേഴ്സൊന്നും അല്ല, MBBS പഠിച്ചിട്ടില്ല, നഴ്സിംഗ് അറിയുന്നവരല്ല, എങ്കിൽ പോലും നമ്മൾ ഒന്നെങ്കിൽ നമ്മൾ സ്വയം ഒന്ന് ഇതിനെക്കുറിച്ചൊന്ന് പഠിച്ചു നോക്കുക. രണ്ടാമത് നമുക്കറിയുന്ന അല്ലെങ്കിൽ കുറച്ച് ഇത് വായിച്ചാൽ മനസ്സിലാകുന്ന ആൾക്കാരുണ്ടല്ലോ നമ്മുടെ ചുറ്റുപാടും, അവരെ കൊണ്ടും ഒന്ന് നോക്കിക്കുക ഇത്. കാരണം ഡോക്ടർമാരെ വിശ്വാസമായിട്ടല്ല, പക്ഷെ നമ്മളും ഒന്ന് അറിഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ ഞാനും ഓരോ കുത്തും കോമയും വരെ അടിച്ചു കൊടുക്കുമായിരുന്നു. അത് അത്ര നല്ല ശീലമാണെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിൽ പോലും നമ്മൾ ഇതിലൊന്ന് അറിഞ്ഞിരിക്കണം. ഇപ്പം വേറൊരു സ്കാൻ റിപ്പോർട്ടുമായിട്ട് കമ്പയർ ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്, പകരം നമ്മളും ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. അപ്പം നമുക്ക് ഒരുപാട് ടെൻഷൻ ഫ്രീ ആവും. നമുക്ക് മാത്രമല്ല, നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും, നമുക്ക് എന്തെങ്കിലും ഒരു പ്രഗ്നൻസി സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഡോക്ടർമാരോട് തുറന്ന് സംസാരിക്കുക എന്നുള്ളതാണ്. മാത്രമല്ല, നമുക്കൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു അപാകത തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മളത് മാറ്റി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമുക്ക് ആറ്റുനോറ്റുണ്ടായ ഒരു കുഞ്ഞായിരിക്കുമല്ലോ അല്ലേ നമ്മുടെ ഉള്ളിൽ വളർന്നു വരുന്നത്. അപ്പോൾ ആ കുഞ്ഞിനെ വെച്ച് ഒരു റിസ്ക് എടുക്കാൻ നമ്മൾ തയ്യാറാകരുത്. ഒരു നാണക്കേടോ അല്ലെങ്കിൽ ഒരു ചമ്മലോ വിചാരിക്കേണ്ടത് നമ്മൾ സംശയങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഡോക്ടർമാരോട് ഷെയർ ചെയ്യുക. അല്ലെങ്കിൽ ഒരു ശരികേട് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ മാറി ചിന്തിക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്ന് എനിക്ക് ആ ഒരു ന്യൂസ് എന്ന് പറയുന്നത് എല്ലാവരെയും സംബന്ധിച്ച് വളരെ ഒരു വിഷമമുള്ള കാര്യമാണ്. എങ്കിൽ പോലും ഈ സ്കാനിങ്ങുകളുടെ അപാകത എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം ഗുരുതരമായ ഒരു പ്രശ്നമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഡോക്ടർമാർ അവരുടെ ഭാഗം പറഞ്ഞ് കൈകഴുകി, ലാബുകൾ അവരുടെ കാര്യം പറഞ്ഞ് അവരും കൈകഴുകി. സംഭവിച്ചത് നഷ്ടമെല്ലാം ആ ദമ്പതികൾക്കും ആ കുഞ്ഞിനും മാത്രമാണല്ലേ. അവൻ എത്രമാത്രം ഇനിയെ സർവൈവ് ചെയ്യും, അല്ലെങ്കിൽ എത്രമാത്രം അവൻ നല്ല രീതിയിൽ മുന്നോട്ട് വരും, ആരോഗ്യവാനായി മുന്നോട്ട് വരും എന്നതിനെക്കുറിച്ചെല്ലാം ഒരുപാട് ഒരു വേവലാതി ഉണ്ട് എല്ലാവർക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എനിക്കും ഇത് കണ്ടപ്പം അവരെ പോലെ ഒരു അമ്മയാണ് ഞാനും. എനിക്കും ഉള്ളിൽ ഒരുപാട് ആകുലതകളും വിഷമങ്ങളും വന്നു. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് എടുത്തു വെച്ച് നോക്കുമായിരുന്നു. അപ്പോൾ എല്ലാവരും ഇത്രമാത്രം ഈ ഒരു പ്രശ്നം വന്നതുകൊണ്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ നമുക്ക് അടച്ചാക്ഷേപിക്കാനും വയ്യ അല്ലേ. ഒരുപാട് നല്ല നല്ല ഡോക്ടേഴ്സും ഒരുപാട് നല്ല നല്ല ഫെസിലിറ്റീസും ഇന്നും നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളുണ്ട്. പക്ഷേ നമ്മൾ കുറച്ചും കൂടി ഒന്നുകൂടെ നമ്മൾ എന്ത് ചെയ്യുക, ഷാർപ്പായിട്ടിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ എല്ലാ കാര്യത്തെക്കുറിച്ചും അറിവുള്ളവരായി തീരണം ഇനിയെങ്കിലും. കാരണം ഡോക്ടർമാർ പറയുന്നത് നമ്മൾ ആരെ വിശ്വസിക്കും എന്നതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു ചോദ്യചിഹ്നമായിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിൽ പോലും നമ്മൾക്ക് അറിവുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അറിയാത്ത കാര്യങ്ങൾ കൂടി അറിവുള്ളവരായി തീരണം നമ്മളിനി. എങ്കിൽ മാത്രമേ മുന്നോട്ടുള്ള കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇത്രയുള്ള കാര്യങ്ങൾ ഇന്ന്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വിഷയമായിട്ട് കാണുന്നവരെ ബൈ.